രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ കോൺഗ്രസിന്റെ തട്ടിപ്പും നാടകവുമാണെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ജനങ്ങളെയും പാലക്കാട്ടെ വോട്ടർമാരെയും അപഹസിക്കുന്നതിന് തുല്യമാണിത്. പാർട്ടിക്ക് വേണ്ടാത്ത ആളെ പൊതുസമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന്റെ ധാർമ്മികത കോൺഗ്രസ് വിശദീകരിക്കണം. കോൺഗ്രസിലെ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, ഷാഫി ത്രിമൂർത്തികളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നും പി.കെ. കൃഷ്ണദാസ് ആരോപിച്ചു. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പ്രാഥമിക അംഗത്തിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതേ ഘട്ടത്തിൽ തന്നെ ഒരു വിരോധാഭാസമായി പാർട്ടിയുടെ MLA തുടരുകയും ചെയ്യുന്നു. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? ഈ ഗുരുതരമായ ആരോപണത്തിന് വിധേയനായ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കോൺഗ്രസ് തീരുമാനം തനി രാഷ്ട്രീയ തട്ടിപ്പാണ്, ജനവഞ്ചനയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് പാലക്കാട്ടെ വോട്ടർമാരോടും കാണിക്കുന്ന അവഹേളനമാണ്, മാത്രമല്ല വെല്ലുവിളിയും കൂടിയാണ്. MLA സ്ഥാനത്ത് നിന്ന് അയാളുടെ രാജി എഴുതി വാങ്ങാൻ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാത്തത്? മാത്രമല്ല, ഒരു കോൺഗ്രസ്സിന് വേണ്ടാത്ത ഒരാൾ എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കണം? ധാർമ്മികതയുടെ പേരിലാണ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറന്തള്ളിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് MLA പദത്തിൽ അദ്ദേഹം തുടരുന്നത്? അതുകൊണ്ട് ഇതൊരു ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ പുറത്തായി. എന്നാൽ ഏത് പാർട്ടിയുടെ MLA ആണ് രാഹുൽ? രാഹുൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ MLA, നിയമപരമായി കോൺഗ്രസിൻ്റെ MLA. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന് രാജി വാങ്ങേണ്ടത് MLA സ്ഥാനത്തുനിന്നുള്ള രാജിയാണ് കോൺഗ്രസ് ആദ്യമായി വാങ്ങേണ്ടത്. എന്നിട്ടാണ് അവരുടെ ധാർമ്മികത വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസിനകത്ത് രൂപം കൊണ്ടിട്ടുള്ളൊരു ത്രിമൂർത്തി സങ്കല്പമുണ്ട്. അതായത് കെ.സി. വേണുഗോപാൽ, അതേപോലെ വി.ഡി. സതീശൻ, ഷാഫി. ഈ ത്രിമൂർത്തികളായ നേതാക്കന്മാരാണ് ഇപ്പോഴും ഈ രാഹുലിനെ സംരക്ഷിക്കുന്നതും സംരക്ഷണ കവചമൊരുക്കുന്നതും. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, കോൺഗ്രസിനകത്ത് വലിയ ഒരു ചേരി രൂപം കൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിനാണുള്ളത്. കേരളത്തിലും കോൺഗ്രസിൻ്റെ അധപതനം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും കോൺഗ്രസ് തകരുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.